അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു കടായിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനും വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുത്തത് വേണം. പിന്നെ മല്ലിയില, പുതിനയില, ക്യാപ്സിക്കം, തക്കാളി, ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടെ ആവശ്യമുള്ളൂ. നമ്മൾ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കട്ടോ. സവാള നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ തന്നെയാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. സവാള വഴറ്റിയപ്പോൾ തന്നെ ഞാൻ ഉപ്പിട്ടിക്കണം കേട്ടോ. ഞാൻ ആദ്യം ഈ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ആദ്യത്തെ ഉള്ളി വഴറ്റിയെടുക്കണത് വീഡിയോയിൽ വന്നത് കേട്ടോ. ആദ്യത്തൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് തോന്നി എടുക്കാമെന്ന്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടോ. ഒന്നാമത് എനിക്ക് വീഡിയോ എടുക്കണ്ടെന്ന് തോന്നാൻ കാരണം കറണ്ടൊന്നുമില്ലേനു ഇവിടെ. 2 ദിവസമായിട്ട് കറണ്ടൊക്കെ പോയിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ലൈറ്റൊന്നുമില്ല എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലാഷ് ലൈറ്റൊക്കെ ഓണാക്കിയിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടോ. ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ക്യാപ്സിക്കം ഒരു കടിവേവൊക്കെ ആവില്ലേ, നന്നായിട്ട് വേവാതെ ഒരു കടിവേവൊക്കെ ആകുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെയാണ് കേട്ടോ ഇഷ്ടം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലയും പിന്നെ പുതിനയിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. മല്ലിയിലയൊക്കെ കുറച്ച് അധികം തന്നെ ഉണ്ടായിക്കോട്ടെ, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പലരും പല രീതിയിലാണ് കേട്ടോ കടായി ഉണ്ടാക്കുക. എൻ്റെ രീതി ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉള്ളതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചേ ഇടണുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഒക്കെ അല്പം ഇട്ട് കൊടുത്താൽ കേട്ടോ. മുളക് പൊടി നമ്മളിതിലേക്ക് പച്ചമുളകും കുരുമുളകൊക്കെ ഇട്ടുകൊണ്ട് തന്നെ കുറച്ച് ഇട്ടാൽ മതി. കുരുമുളക് പൊടി കുറച്ച് അധികം തന്നെ ഇട്ടുള്ളൂ കേട്ടോ. കടായിക്ക് കുരുമുളക് പൊടി കുറച്ച് അധികം ഉണ്ടായാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചില്ലി സോസ് കയ്യിലുള്ളവർ അതും കൂടെ ഒഴിച്ചു കൊടുത്തോളൂ. കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളിതിലേക്ക് കളറൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല റെഡിഷ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇടുമ്പോൾ തന്നെ നമ്മളെ കടായിൻ്റെ കളറൊക്കെ ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിഷൊക്കെ ആവും കേട്ടോ. നമ്മളിതിലേക്ക് കളറും കൂടി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ ഈ ചിക്കൻ മേലൊക്കെ നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കടായി ഇങ്ങനെ ഉണ്ടാക്കിയാൽ. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമൻ്റൊക്കെ ഒന്ന് ഇടണേ. എന്നിട്ട് എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.